ഇവള് ആ കാര്യം ഇവനോട് തുറന്നു പറയാനാണോ വന്നത്? എങ്കിൽ എന്റെ പ്ലാൻ എല്ലാം പൊട്ടി. അച്ഛാ, മോളെ, നിന്റെ കാര്യത്തെക്കുറിച്ചുള്ള ആലോചന എവിടെ നടക്കുന്നേ? ഞങ്ങളൊന്ന് പറഞ്ഞു കഴിയട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രതാപ, നമുക്ക് അധികം ആളുകളെ ഒന്നും വിളിക്കണ്ട. വളരെ കുറച്ചു പേര് മതി. അതും നമുക്ക് വേണ്ടപ്പെട്ടവര് മാത്രം. അച്ഛാ, അത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? മുതിർന്നവർ വർത്താനം പറയുമ്പോ ഇടയ്ക്ക് കയറി നിന്ന സാമാന്യ മര്യാദ പോലും നിനക്കില്ലേ? നിനക്കറിയില്ലേ ഇതൊന്നും? ചേച്ചി പറയും. നമ്മളൊക്കെ പുരോഗമനക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രതാപ. സൂര്യമംഗലംകാര് ഏറെ പേരും യാഥാസ്ഥിതികരാ, പഴയ ആളുകളാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നമുക്ക് പരമാവധി ചുരുക്കാം. പക്ഷേ സൂര്യമംഗലം കോവിലകത്ത് 1000 പേർക്കെങ്കിലും സദ്യ കൊടുത്തേ പറ്റൂ. അവിടുത്തെ ഒരു രാജകുമാരിയുടെ സന്താനഭാഗ്യ വരാൻ പോകുന്നേ. എല്ലാവർക്കും വസ്ത്രം കൊടുക്കണം, ഓരോ പവനും കൊടുക്കണം. അതൊക്കെ സൂര്യമംഗലത്തെ അമ്മ കൊടുത്തോളൂ. ചേച്ചിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ വളരെ പരിമിതമായിട്ട് മതി. മോനെ, എന്തെല്ലാം വഴക്കുകൾ ഉണ്ടായാലും ഇവളെ വളർത്തിയത് ഞാനല്ലേ. എല്ലാ ആചാരങ്ങളും അതിന്റെ അന്തസ്സിൽ തന്നെ നടത്തണം. അപ്പോ ചേച്ചി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ശരി ചേച്ചി. നീ എവിടെയെങ്കിലും പോയി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ഈ സമയത്തെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. വേണ്ട മോളെ, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. നിന്നെ ഞാനും ശിവകാമിയും കൂടെ വളർത്തിയിരിക്കുന്നത് കരയാൻ വേണ്ടിയല്ല, ഉശിരോടെ ചങ്കുറപ്പോടെ ആരുടെ മുന്നിലും പതറാതെ ആരെയും വെല്ലുവിളിച്ച് ജീവിക്കാനാണ്. മോളെ, അച്ഛൻ ഈ അഴിക്കുള്ളിൽ കിടക്കുന്നത് കണ്ട് എന്റെ മോൾ ഇമോഷണൽ ആവണ്ട. ഈ അഴിക്കുള്ളിലാണെങ്കിലും നിന്റെ അച്ഛൻ ഒരു സിംഹവാ. അഴിക്കുള്ളിൽ എനിക്ക് പരമസുഖമാ മോളെ. കാരണം ഇത് അനന്തംപിള്ളയുടെ മറ്റൊരു അഭ്യാസമല്ലേ? പറയ, ഫോണിൽ നിന്ന് കേട്ടതിനേക്കാൾ അപ്പുറം വിശേഷം എന്റെ മോക്ക് അച്ഛനോട് പറയാനുണ്ടാവുമല്ലോ. എല്ലാം എല്ലാം മോള് പറയും. എങ്ങനെയുണ്ട് പ്രതാപവർമ്മയുടെ സ്വർഗീയ ഭവനം? അത് സ്വർഗീയ ഭവനമൊന്നും അല്ലച്ച, ഒന്നാന്തരം ഒരു നരക ഭവനോ. ആ നരകത്തിലെ 2 പിശാശുക്കളാ. എന്റെ കഴുത്തിൽ താലി കെട്ടിയവനും അവന്റെ അമ്മയും. ഈ അംബികാവർമ്മയും മകൻ ദീപക്കും അല്ലേ? എന്റെ മോളെ, അവര് നിനക്ക് പിശാചുക്കളൊന്നുമല്ല, വെറും ഭാഷാണത്തിന്റെ പുഴുക്കളാ. അവിടെ മറ്റാരും അങ്ങനെ അപകടകാരികളല്ലച്ച. എതിർത്താ മെരുക്കി നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ 2 എണ്ണം, അംബികയും അംബിക സൂദ്ധനും അല്ലേ? എങ്ങനെ, അവന്റെ ശല്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ പറയുന്നത് പോലെയൊക്കെ മോള് അവനെ കൈകാര്യം ചെയ്യുന്നില്ലേ? ആദ്യ ദിവസങ്ങളില് സ്ലീപ്പിംഗ് പിൽസ്, പിന്നെ ജ്യോതിഷവചനം. ഗുഡ്. എന്നാലും ആ വൃത്തികെട്ടവന്റെ ഒരുമാതിരി നോട്ടവും മൂളലും അമറലും ചിലപ്പോ എനിക്ക് തല്ലി കൊല്ലാൻ തോന്നും. പെട്ടെന്ന് കയറി കൊന്നേക്കല്ലേ. അസുരനെ കൊല്ലണം. വരട്ടെ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് വേണം ഒരു സംഹാരം. അംബികയും മകനെ നീ പേടിക്കണ്ട, നിനക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നീ സൂക്ഷിക്കേണ്ടത് അവനെയാ, ആ പ്രതാപവർമ്മയെ. ആ വർമ്മയെ സ്നേഹിച്ച് വിശ്വാസം പിടിച്ചുപറ്റി അവനെ നീ കയ്യിലെടുക്കണം. സ്നേഹിക്കുന്നവരുടെ മുമ്പില് വെറും ദുർബലനവൻ എന്തും വാരിക്കോരി കൊടുക്കും.
പക്ഷേ വഞ്ചിക്കുകയാണെന്ന് അവൻ അറിഞ്ഞാൽ ദാ ഇതുപോലെ ഞാൻ കിടക്കുന്നത് പോലെ ഈ അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും. മനസ്സിലായോ മോളെ? മനസ്സിലായി അച്ഛാ. ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ഉൾപ്പെടെ എത്ര പേരെ വിഷമിക്കുന്നത്. ഋതു, ഇങ്ങനെ വിഷമിക്കാതെ. ഇത് നമ്മളാരും വിളിച്ചു വരുത്തിയ കുഴപ്പമൊന്നും അല്ലല്ലോ. ആ ഗൈനക്കിലെ ഡോക്ടറുടെ ഒരു അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരു കുഴപ്പം, അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. രാജു, അച്ഛനിവിടെ അംബികയുടെ നിർബന്ധം കൊണ്ട് ഫംഗ്ഷനൊക്കെ സംഘടിപ്പിച്ചിരിക്കുക. അച്ഛനോട് ഈ കാര്യം ഞാൻ എങ്ങനെ പറയും? വർമ്മ സാറിനോടെ ഞാൻ പറയാം. ഉണ്ടായ കാര്യങ്ങൾ അതുപോലെ സാറിനോട് തുറന്നു പറയും. അതിനെന്താ? ഋതു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഋതു മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമാണോ ഇത്? അല്ലല്ലോ. അതുകൊണ്ട് ഒരു ടെൻഷനും അടിക്കാതിരിക്കെ. ഞാൻ സാറിനോട് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം.